ഇന്ന് ദിവസം 58. ഇന്നത്തെ വചനഭാഗങ്ങൾ: സംഖ്യ അധ്യായം 7, നിയമാവർത്തനം അധ്യായം 7, സങ്കീർത്തനങ്ങൾ 92. സംഖ്യ അധ്യായം 7. കൂടാരപ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ. മോശ കൂടാരം സ്ഥാപിച്ചതിനു ശേഷം അതും അതിൻ്റെ സാമഗ്രികളും ബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു. അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിച്ചു. 2 നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്ക് ഒരു കാളയും എന്ന കണക്കിന് മൂടിയുള്ള 6 വണ്ടികളും 12 കാളകളും അവർ കൂടാരത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തരിൻ്റെയും കർത്തവ്യമനുസരിച്ച് കൊടുക്കുക. മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ച് ലേവ്യർക്ക് കൊടുത്തു. ഗർഷോൻ്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 2 വണ്ടികളും 4 കാളകളും കൊടുത്തു. പുരോഹിതനായ അഹ്റോൻ്റെ മകൻ ഇത്താമറിൻ്റെ നേതൃത്വത്തിലുള്ള മെറാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 4 വണ്ടികളും 8 കാളകളും കൊടുത്തു. എന്നാൽ കൊഹാത്തിൻ്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല. കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവ ചുമലിൽ വഹിക്കേണ്ടവരായിരുന്നു. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിൻ്റെ മുൻപാകെ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം. 1-ാം ദിവസം യൂദാ ഗോത്രത്തിലെ അമ്മിനാദാബിൻ്റെ മകൻ നഹ്ഷോൻ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ. ഇതാണ് അമ്മിനാദാബിൻ്റെ മകൻ നഹ്ഷോൻ സമർപ്പിച്ച കാഴ്ച. 2-ാം ദിവസം ഇസാക്കർ ഗോത്രത്തിൻ്റെ നേതാവും സുവാറിൻ്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്ക് ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് സുവാറിൻ്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച. 3-ാം ദിവസം സെബുലൂൺ ഗോത്രത്തിൻ്റെ നേതാവും ബേലോൻ്റെ മകനുമായ എലിയാബ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 കോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് ഹേലോൻ്റെ പുത്രൻ എലിയാബ് സമർപ്പിച്ച കാഴ്ച. 4-ാം ദിവസം റൂബൻ ഗോത്രത്തിൻ്റെ നേതാവും ഷെദയൂറിൻ്റെ മകനുമായ എലീസൂർ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഷെദയൂറിൻ്റെ മകൻ എലീസൂർ സമർപ്പിച്ച കാഴ്ച.
5-ാം ദിവസം ശിമയോൻ ഗോത്രത്തിൻ്റെ നേതാവും സുരിഷദ്ദായിയുടെ മകനുമായ ഷെലൂമിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് സുരിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേൽ സമർപ്പിച്ച കാഴ്ച. 6-ാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും റെബുവേലിൻ്റെ മകനുമായ എലിയാസാഫ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് റെബുവേലിൻ്റെ മകൻ എലിയാസാഫ് സമർപ്പിച്ച കാഴ്ച. 7-ാം ദിവസം എഫ്രായിം ഗോത്രത്തിൻ്റെ നേതാവും അമ്മീഹൂദിൻ്റെ മകനുമായ എലീഷാമ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമ്മിഹൂദിൻ്റെ മകൻ എലീഷാമ സമർപ്പിച്ച കാഴ്ച. 8-ാം ദിവസം മനാസെ ഗോത്രത്തിൻ്റെ നേതാവും പെദാസൂറിൻ്റെ മകനുമായ ഗമാലിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് പെദാസൂറിൻ്റെ മകൻ ഗമാലിയേൽ സമർപ്പിച്ച കാഴ്ച. 9-ാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ നേതാവും ഗിദെയോനിയുടെ മകനുമായ അബീദാൻ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഗിദെയോനിയുടെ പുത്രൻ അബീദാൻ സമർപ്പിച്ച കാഴ്ച. 10-ാം ദിവസം ദാൻ ഗോത്രത്തിൻ്റെ നേതാവും അമ്മിഷദ്ദായിയുടെ മകനുമായ അഹിയേസർ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ ഇവയാകുന്നു. ഇതാണ് അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസർ സമർപ്പിച്ച കാഴ്ച. 11-ാം ദിവസം ആഷേർ ഗോത്രത്തിൻ്റെ നേതാവും ഒക്രാൻ്റെ മകനുമായ പഗിയേൽ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം,
അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്ക് ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഒക്രാന്റെ മകൻ പഗിയേൽ സമർപ്പിച്ച കാഴ്ച. 12-ാം ദിവസം നഫ്താലി ഗോത്രത്തിൻ്റെ നേതാവും ഏനാൻ്റെ മകനുമായ അഹീറ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ശെക്കൽ പ്രകാരം 130 ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ശെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, 1 വയസ്സുള്ള ഒരു ആൺചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഏനാൻ്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ്: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 പൊൻകലശങ്ങൾ. ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം 130 ശെക്കൽ, ഓരോ വെള്ളിക്കിണ്ണത്തിൻ്റെയും തൂക്കം 70 ശെക്കൽ. അങ്ങനെ വെള്ളിപ്പാത്രങ്ങളുടെ ആകെ തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ശെക്കൽ പ്രകാരം 2400 ശെക്കൽ. സുഗന്ധദ്രവ്യം നിറച്ച 12 പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ശെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം 10 ശെക്കൽ. കലശങ്ങളുടെ ആകെ തൂക്കം 120 ശെക്കൽ. ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 12 കാളകൾ, 12 മുട്ടാടുകൾ, 1 വയസ്സുള്ള 12 ആൺചെമ്മരിയാടുകൾ, പാപപരിഹാര ബലിക്ക് 12 ആൺകോലാടുകൾ, സമാധാന ബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 24 കാളകൾ, 60 മുട്ടാടുകൾ, 60 ആൺകോലാടുകൾ, 1 വയസ്സുള്ള 60 ആൺചെമ്മരിയാടുകൾ. ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു. കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷ്യപേടകത്തിൻ്റെ മുകളിൽ 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു. നിയമാവർത്തനം അധ്യായം 7. ഇസ്രായേലും മറ്റ് ജനതകളും. നിങ്ങൾ ചെന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്തേക്ക് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുപോവുകയും അനേകം ജനതകളെ, നിങ്ങളെക്കാൾ സംഖ്യാബലവും ശക്തിയുമുള്ള ഹിത്യർ, ഗിർഗാഷ്യർ, അമോര്യർ, കാനാന്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നീ 7 ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിക്കുകയും അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുമ്പോൾ അവരെ പരാജയപ്പെടുത്തുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യണം. അവരുമായി ഉടമ്പടി ഉണ്ടാക്കുകയോ അവരോട് കരുണ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹബന്ധത്തിലേർപ്പെടരുത്. നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്കു വേണ്ടി സ്വീകരിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ മറ്റു ദേവന്മാരെ സേവിക്കാനായി നിങ്ങളുടെ മക്കളെ എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയും. അപ്പോൾ കർത്താവിൻ്റെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ വേഗം നശിപ്പിക്കുകയും ചെയ്യും. ഇപ്രകാരമാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത്: അവരുടെ ബലിപീഠങ്ങൾ നശിപ്പിക്കണം, സ്തംഭങ്ങൾ തകർക്കണം, അക്ഷേരാ ദേവതയുടെ സ്തൂപങ്ങൾ വെട്ടിവീഴ്ത്തണം, വിഗ്രഹങ്ങൾ തീയിൽ ചുട്ടരിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളേക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത് പാലിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ കയ്യിൽ നിന്ന്, അടിമത്തത്തിൽ നിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. തന്നെ വെറുക്കുന്നവരെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ആകയാൽ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളോട് പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരും നിങ്ങളെ ഭൂമി ഫലപുഷ്ടിയുള്ളതുമാക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കുകയും ചെയ്യും. നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും അനുഗ്രഹീതരായിരിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഈജിപ്തിൽ വച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിലൊന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല. എന്നാൽ നിങ്ങൾ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്ന ജനങ്ങളെയെല്ലാം സംഹരിക്കണം. അവരോട് കരുണ കാണിക്കരുത്. നിങ്ങൾ അവരുടെ ദേവന്മാരെ സേവിക്കരുത്. അത് നിങ്ങൾക്ക് കെണിയായിരിക്കും. ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ്. എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചു പറ്റാൻ കഴിയും എന്ന് വിചാരിച്ച് ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറവോയോടും ഈജിപ്ത് മുഴുവനോടും ചെയ്തതെന്തെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, കരബലം, ശക്തിപ്രകടനം എന്നിവയാലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളോടെല്ലാം അവിടുന്ന് അതുപോലെ തന്നെ പ്രവർത്തിക്കും. മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുന്നവർ നശിക്കുന്നതുവരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലുകളെ അയക്കും. അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും ഭീതിതനുമായ ദൈവം നിങ്ങളുടെ മധ്യമുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലനം ചെയ്യും. നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത്, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പെരുകി നിനക്ക് ഭീഷണിയാകും. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചതും നിശേഷം നശിക്കുന്നതുവരെ അവരെ പരിഭ്രാന്തരാക്കുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ അവിടുന്ന് നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും. ആകാശത്തിൻ കീഴിൽ നിന്ന് അവരുടെ പേരുകൾ നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം. അവരെ നിശേഷം നശിപ്പിക്കുന്നതുവരെ നിങ്ങൾക്കെതിരായി നിൽക്കാൻ ആരും ശക്തിപ്പെടുകയില്ല. അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ അഗ്നിയിൽ ദഹിപ്പിക്കണം. നിങ്ങൾക്ക് ഒരു കെണിയാകാതിരിക്കാൻ അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഇത് നിന്ദ്യമാണ്. വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദ്യമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. എന്തെന്നാൽ അത് ശാപഗ്രസ്തമാണ്. സങ്കീർത്തനങ്ങൾ 92. നീതിമാൻ സന്തോഷിക്കുന്നു. അത്യുന്നതനായ കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം. ദശതന്ത്രിനാദത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം. അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം. ബുദ്ധിഹീനന് അത് അജ്ഞാനമാണ്. ഭോഷനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദുഷ്ടർ പുല്ലുപോലെ മുളച്ചു പൊങ്ങുന്നു. തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു. എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും. കർത്താവേ, അങ്ങ് എന്നേക്കും ഉന്നതനാണ്. കർത്താവേ, അങ്ങയുടെ ശത്രുക്കൾ നശിക്കും. ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണ് കണ്ടു. എന്നെ ആക്രമിക്കുന്ന ദുഷ്ടരുടെ ദുരന്തം എൻ്റെ ചെവിയിൽ കേട്ടു. നീതിമാന്മാർ പന പോലെ തഴയ്ക്കും. ലെബനോനിലെ ദേവദാരു പോലെ വളരും. അവരെ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു. അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണത്തിൽ തഴച്ചു വളരുന്നു. വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും. അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും. കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശില. അനീതി അവിടത്തെ തീണ്ടിയിട്ടില്ല.